ഇവിടെ അടുത്ത ഒരു പ്രശ്നം ഇതാണ്. ഇതിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. അപ്പം 8 സെന്റിമീറ്റർ ലെങ്ത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ ആ ചോദ്യം ഒന്ന് കോഹോസ്റ്റിന് വായിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ചോദ്യം അതിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ചോദ്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? എന്തായിരുന്നു ആ ചോദ്യം? അമ്പിളി അല്ലെങ്കിൽ മറ്റേ ഏഞ്ചലിന് ആ ചോദ്യം ഒന്ന് വായിക്കാൻ പറ്റും. എന്തായിരുന്നു ആ ചോദ്യം? പറഞ്ഞു. മുകളിൽ തന്നിരിക്കുന്ന ചതുരത്തിന്റെ ഒരു വശത്തായി 16 സെന്റിമീറ്റർ ചുറ്റളവിൽ ഒരു സമചതുരം ചേർത്ത് വെച്ചപ്പോൾ ഒരു വലിയ ചതുരം കിട്ടി എങ്കിൽ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് വേർഷനാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക മക്കള്, ഇംഗ്ലീഷ് വേർഷൻ പറയാൻ പോകുന്നു. ശ്രദ്ധിക്കുക. ഈ ഒരു റെക്ടാങ്കിളിന്റെ തൊട്ടടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സ്ക്വയർ കൊണ്ടായി ചേർത്ത് വെക്കുന്നു. അതാണ് ആ കുട്ടി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം ഒരു സ്ക്വയർ ഈ റെക്ടാങ്കിളിന്റെ അടുത്ത് ഞാൻ ചേർത്ത് വെക്കുകയാണ്. അപ്പം നമുക്ക് പിന്നെ എന്താണ് നമ്മളെ ചോദിച്ചത്? ആ റെക്ടാങ്കിൾ ചേർത്ത് വെച്ചിട്ട് ഒരു സ്ക്വയർ ചേർത്ത് വെച്ചിട്ട് 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം ചേർത്ത് വെച്ചപ്പോൾ ഒരു വലിയ ചതുരം കിട്ടി. ശരി ശരി ശരി. അപ്പൊ മക്കളെ ചോദ്യം ഇതാണ്, ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കുക. ഈ ഒരു റെക്ടാങ്കിള് 8 സെന്റിമീറ്റർ ആയി. അപ്പൊ 8 സെന്റിമീറ്റർ റെക്ടാങ്കിള് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് 16 സെന്റിമീറ്റർ പെരിമീറ്റർ. ഇതിന്റെ പെരിമീറ്റർ ഇപ്പോൾ 16 സെന്റിമീറ്റർ ഒരു സ്ക്വയർ. ഇപ്പൊ ഈ റെക്ടാങ്കിളിന്റെ നീളം 8 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ. ഇതിന്റെ കൂടെ 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ, ചുറ്റുമുള്ള അളവാണ്. 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സ്ക്വയർ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾക്കും അതിന്റെ കൂടെ ചേർത്ത് വെക്കാം. എന്നിട്ട് അവർ പറയുന്നത്, പിന്നീട് ആ ചേർത്ത് വെച്ചപ്പോൾ ഞാൻ ഒരു വലിയ ഒരു റെക്ടാങ്കിൾ നിർമ്മിച്ചു. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് തന്നു ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ക്വയറിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ 16 ആണെന്ന് പറഞ്ഞു. അങ്ങനെ 16 പെരിമീറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു നീളം എത്രയാണെന്ന് അറിയാൻ കഴിയും. ഒരു വശത്തിന്റെ നീളം അറിയാം, സൈഡിന്റെ ലെങ്ത് അറിയാൻ പറ്റും. ആ സൈഡിന്റെ ലെങ്ത് നിങ്ങൾ സ്വയം ആലോചിച്ച് കണ്ടുപിടിക്കണം. ഇനി അതിൽപ്പെട്ട ചോദ്യം എന്തായിരുന്നു അമ്പിളി? അതിൽ 2 ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ ഒരു ചോദ്യം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഏഞ്ചൽ? സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? അപ്പൊ അതിൽ ആദ്യം നമുക്ക് 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ, കഴിയുന്നത് ഇംഗ്ലീഷ് തന്നെ പറഞ്ഞാൽ നന്നായിരുന്നു, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണ് കൂടുതലുള്ളത്. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ മോളെ? മുകളിൽ കൊടുത്തിരിക്കുന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്ര എന്ന് പറഞ്ഞാൽ ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചത്. നമുക്ക് ആദ്യം റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരുന്ന ഈ ചതുരത്തെ ഇങ്ങോട്ട് മാറ്റാം. അപ്പം ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു റെക്ടാങ്കിളിന്റെ ചുറ്റളവ് എത്ര? ഇതിന്റെ മാത്രം. അതാണ് രണ്ടാമത്തെ ചോദ്യം അല്ലേ മോളെ? അതെ, രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എത്ര എന്ന് പറയാൻ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഇതിന്റെ പെരിമീറ്റർ എത്രയാണ്? അടുത്ത ചോദ്യം എന്താ മോളെ? സമചതുരം ചേർത്ത് വെച്ചപ്പോൾ കിട്ടിയ വലിയ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ഓക്കെ ഓക്കെ, ശരി ശരി, ഇപ്പൊ മനസ്സിലായി. അപ്പൊ വലിയ സമയത്തിന്റെ സംഗതി എന്ത്? ശരി ശരി, ഇപ്പൊ മനസ്സിലായി. അപ്പൊ അടുത്ത ചോദ്യം ഇതായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന ഈ വലിയ ഈ റെക്ടാങ്കിൾ. അപ്പൊ ഞാൻ ആ സമയം കൂടി ചേർത്തപ്പോൾ വലിയ റെക്ടാങ്കിൾ നമുക്ക് കിട്ടിയല്ലോ, ആ സ്ക്വയറും കൂടി ചേർത്തപ്പോൾ വലിയ റെക്ടാങ്കിൾ കിട്ടിയല്ലോ. എങ്കിൽ ആ വലിയതിന്റെ ആ ചോദ്യം കൂടി ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ആ വലിയ ആ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ആദ്യം നമ്മൾ വരച്ചിരിക്കുന്നത്
ഒരു റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിളിന്റെ കൂടെ നമ്മൾ അടുത്ത ചെയ്തിരിക്കുന്നത് ഒരു 16 സെന്റിമീറ്റർ സൈഡ് പെരിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചു. അപ്പൊ നിങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വലിയ ഒരു റെക്റ്റാങ്കിൾ ആണ് നമ്മൾ നിർമ്മിച്ചത്. ആ ഒരു ചോദ്യം ഇതാണ്, ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും എന്നാണ് ഒരു ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം ഇതാണ്, ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്, ചുറ്റുമുള്ള അളവ് എത്രയാണ്, ചുറ്റളവ് എത്രയാണ്. മൂന്നാമത്തെ ചോദ്യം, ഇത് മൊത്തം കണക്കൂട്ടുകയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്. ഇനി പേരൻസിനോടാണ് ചോദ്യം. കുട്ടികൾ പേരൻസിന്റെ കയ്യിൽ ഫോൺ കൊടുത്തേ, പേരൻസ് മറുപടി പറയണം. ഈ ചോദ്യം നിങ്ങളുടെ കുട്ടികൾക്ക് വ്യക്തമല്ലേ? മറുപടി പറയരുത്. പേരൻസിനോട് ചോദിച്ചാൽ പേരൻസ് മറുപടി. പേരൻസിനോടുള്ള ചോദ്യം ഇതാണ്, എന്റെ ഈ ചോദ്യം നിങ്ങളുടെ കുട്ടികൾക്ക് വ്യക്തമല്ലേ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിന്റെ ഒരു സൈഡ്, അതായത് ഒരു സൈഡല്ല, അതിന്റെ ലെങ്ത്, നീളം തന്നിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്. പിന്നീട് നമ്മളോട് നിർമ്മിക്കാൻ പറഞ്ഞത് ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ചുറ്റുമുള്ള അളവ് പെരിമീറ്റർ നമുക്ക് 16 തന്നിട്ടുണ്ട്. ഇപ്പൊ 16 എന്ന കുട്ടികൾക്ക് സ്വാഭാവികം അറിയാം ഒരു സൈഡ് എത്രയായിരിക്കും. അപ്പം നമ്മളോട് ഒരു ചോദ്യം ആദ്യം തന്നെ വന്നു കഴിഞ്ഞത്, ഈ പറഞ്ഞിരിക്കുന്ന ഒരു സൈഡ് എത്രയാണെന്ന്, നമ്മൾ മൊത്തം ചുറ്റളവ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ പെരിമീറ്റർ തന്നിരിക്കുന്നത് 16 ആണെങ്കിൽ ചോദ്യം തന്നിരിക്കുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എത്രയാണ് ഈ സ്ക്വയറിന്റെ? അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ക്വയർ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു വലിയ റെക്റ്റാങ്കിൾ നിർമ്മിച്ചു. അതിപ്പോ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അതില് വലിയ റെക്റ്റാങ്കിൾ നിർമ്മിച്ചപ്പോൾ അവസാനം മൂന്നാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്, ആ വലിയ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും എന്നാണ്, ചുറ്റളവ് എത്രയായിരിക്കും. അതിന്റെ ഇടയിൽ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഈ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്. അങ്ങനെ 3 ചോദ്യമാണ് ഒന്നിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 3 മാർക്കാണ്. ഇനിയും പേരൻസിനോട് ചോദിക്കുന്നു, എന്റെ ചോദ്യം വ്യക്തമല്ലേ? ചോദ്യം ക്ലിയർ? നിങ്ങളുടെ ചോദ്യം ക്ലിയർ? എന്റെ ചോദ്യം ക്ലിയർ ആണോ എന്ന് രക്ഷിതാക്കൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഉത്തരവും എനിക്ക് ക്ലിയർ ആക്കി തരണ്ടേ? നിങ്ങളുടെ കുട്ടികൾ ആൻസർ എനിക്ക് ക്ലിയർ ആക്കി തരണമല്ലോ. ശരി, ആൻസർ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയോ നോക്കാം. നിങ്ങൾക്ക് പറയാം, കുട്ടികൾക്ക് പറയാം. ആദ്യത്തെ ഈ സ്ക്വയറിന്റെ അടുത്ത ചോദ്യം അതാണ്, ആ സ്ക്വയറിന്റെ സൈഡ് എത്രയായിരിക്കും? കോഹോസ്റ്റിനെ വിളിക്കാം. കോഹോസ്റ്റിന് ഈ ചോദ്യങ്ങളുടെ ആൻസർ കിട്ടിയിട്ടുണ്ടോ മക്കളെ? നമുക്ക് അമ്പിളിയെ വിളിക്കാം. അമ്പിളി, വീഡിയോ ഓൺ ചെയ്ത് പറയണം. ഈ ചോദ്യത്തിന്റെ ആൻസർ അറിയാമോ? 3 ചോദ്യത്തിന്റെയും. സാർ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അമ്പിളിക്ക് അറിയൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണ് മോളെ? പറയും. സാറേ, ഏത് സൈഡായാലും കുഴപ്പമില്ലല്ലോ. സ്ക്വയറിന്റെ എല്ലാ സൈഡും കണക്കായിരിക്കും മോളെ. സ്ക്വയറിന്റെ എല്ലാ സൈഡും കണക്കായിരിക്കും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, റെഡി ആയിരിക്കും. സ്ക്വയർ അല്ലേ, 4 സൈഡും തുല്യമായതിനാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. ശരി, ഏഞ്ചൽ, സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും മോളെ? 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ. അത് കറക്റ്റ് ആണ്. 4 സെന്റിമീറ്റർ ആണ്. അമ്പിളി 4 സെന്റിമീറ്റർ. നേരത്തെ കോഹോസ്റ്റായ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതൾ
സനയ, സുജല ഒക്കെ കേൾക്കാമെന്ന് തോന്നുന്നു. ഇത് 4 സെന്റിമീറ്റർ അല്ലേ? 4 സെന്റിമീറ്റർ അല്ലേ? അതെ. 4 സെന്റിമീറ്റർ ആണ്. വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞാൽ വളരെ നന്നായി. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഏഞ്ചൽ? ആദ്യം നമ്മൾ നിർമ്മിച്ച ആ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ. ആദ്യം നമ്മൾ നിർമ്മിച്ച ആ റെക്റ്റിംഗോട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മോളെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് 8 ആണെങ്കിൽ താഴെയും 8 തന്നെ ആവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഒരു സൈഡ് 4 ആയിരിക്കണ്ടേ മോളെ? അത് 8ന്റെ പകുതിയാണ്. 8ന്റെ പകുതി ആയിരിക്കും. ശരി. അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്നത് 4 തന്നെയാണല്ലോ എവിടെയും വരിക. അങ്ങനെയും നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 4 തന്നെയാണല്ലോ എവിടെയും കിട്ടുക. ശരി ആട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന റെഡ് എങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 24 എന്ന ആൻസർ വരുന്നത്. 24 എന്നാണ് ആൻസർ വന്നെങ്കിൽ അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. 24 സെന്റിമീറ്റേഴ്സ്. ഇനി ആദ്യം നമ്മൾ ഇരിക്കുന്ന ആദ്യത്തെ ആൻസർ 4 സെന്റിമീറ്റർ എന്നാണ്. അതും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് ഏഞ്ചൽ? സമചതുരം കൂടെ ചേർത്ത് കിട്ടിയ വലിയ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണ് എന്ന് പറഞ്ഞാൽ ഈ വലിയ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിയെ വിളിക്കാം. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുന്നോട്ട് വന്നിട്ട് ആ വലിയ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്രയാണെന്ന് ഇപ്പോൾ പറയേണ്ട സമയമായി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഏഞ്ചൽ കേട്ടില്ലേ മക്കളൊക്കെ ഒന്നിച്ച് പറഞ്ഞത് 32 എന്ന് പറഞ്ഞത്? യെസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പ്രോഡൻസ് ജൂനിയർ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും പറയാം എത്രയാണ് മക്കളെ ഇതിന്റെ മുഴുവൻ. ഏഞ്ചൽ, നമുക്ക് ആ 32 കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണം. എങ്ങനെയാ സാർ? ആ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ അളവ് 4 സെന്റിമീറ്റർ ആണ്. റെക്ടാംഗിളിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. 4ഉം 8ഉം കൂടെ ആഡ് ചെയ്താല് 12 ആണ് കിട്ടുക. അതെ. അപ്പോൾ താഴെയും 12 തന്നെ ആയിരിക്കും. അപ്പൊ 12 2 തവണ ഉണ്ടാവും. 12 × 2 ആണ് അല്ലേ? അതെ. അത് 24 ആണല്ലോ. അതെ. പിന്നെ അതിന്റെ ബ്രെഡ്ത്ത് സ്ക്വയറിന്റെ ഒരു വശം 4 ആണ്. അപ്പോൾ മറ്റേ വശം 4 ആയിരിക്കും. അപ്പൊ അവിടെ 4 2 തവണ ഉണ്ട്. 4 × 2 എന്ന് വരാം അല്ലേ? അതെ. അതെത്ര ഉണ്ടാവും? 8. അപ്പോൾ 24 + 8 എത്രയാണ്? 32. വെരി ഗുഡ്. മോക്ക് ഈ 3 ആൻസർ ശരിയായിരുന്നു. ശരിയായിരുന്നു സാറിന്. ലാസ്റ്റത്തെ ആൻസർ ഞാൻ വേറെ രീതിയിലാണ് കണ്ടുപിടിച്ചത്. ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. അതിപ്പോ പറഞ്ഞത് ശ്രദ്ധിച്ചോളെ. ഞാനൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഈ ഏഞ്ചൽ ഈ കണ്ട രീതിയിലല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതിന്റെ വേറെ രീതിയിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ 3 ഉത്തരവ് ശരിയായ ഒരു കൂടുതലുണ്ടോ? സാറേ, ഞാൻ അങ്ങനെ ഈ സാർ ചെയ്ത പോലെ അല്ല കണ്ടുപിടിച്ചത്. സുനിൽ എബ്രഹാം മോക്കെങ്ങനെ കിട്ടിയത് അതൊന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ ആൻസർ കണ്ടുപിടിച്ചത് 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതെനിക്ക് മനസ്സിലായി. ഡിവൈഡ് ചെയ്താൽ 4 ആണെന്ന സത്യം. ശരി. പിന്നെ രണ്ടാമത്തെ ആൻസർ ഞാൻ കണ്ടുപിടിച്ചത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്തു. അതായത് 8 + 4. എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 8 + 4 12 അല്ലേ? 12 × 2 24.
ഇപ്പൊ ചെയ്തപ്പോ എത്ര കിട്ടി? 24. 20. അപ്പൊ രണ്ടാമത്തെ ആൻസറും അവിടെ ഓക്കെ ആയി. അത് ശരി. പിന്നെ മൂന്നാമത്തെ ആൻസറും ഞാന് 8 + 4 ചെയ്ത് 12 കിട്ടി. ഓ ആ 12 + 4 × 2 ചെയ്തു, അപ്പൊ 32 കിട്ടി. 12 + 4 × 2 ചെയ്തു, അപ്പൊ 16 കിട്ടി. 16 ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് 32 കിട്ടി അല്ലേ? അതെ. ശരി, അതും ഒരു വഴിയാണ്. ഇനി മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. മറ്റു കുട്ടികൾ പറയൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതല്ലാതെ മൂന്നാമത് രീതി കിട്ടിയിട്ടുണ്ട്? എനിക്കിതാണ് കിട്ടിയത്. ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ കിട്ടിയവരില്ല, ഇങ്ങനെ തന്നെയാ കിട്ടിയത് അല്ലേ? എനിക്ക് കിട്ടിയത് ഫസ്റ്റ് ആൻസർ ഡിവൈഡ് ചെയ്തു, സെക്കൻഡ് ആൻസർ ഞാൻ ഓരോന്ന് പ്ലസ് ചെയ്ത് 2 × 12 + b ചെയ്തിട്ടു. പിന്നെ തേർഡ് ആൻസർ ഞാൻ 2 × 12 + b. ഓ എനിക്ക് തേർഡ് ആൻസറും കിട്ടിയത്. ഓഹോ, ശരി. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് മറ്റു പാരന്റ്സിനോട് ചോദിച്ചു നോക്കാം. ഇതിന് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? എന്ത് പറയും? അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളെ കുട്ടികളോട് ഇത് ഒരു ചോദ്യം. ഇനി നിങ്ങളുടെ കുട്ടികളോട് കുറച്ചുകൂടി ആപ്ലിക്കേഷനുകൾ ചോദ്യങ്ങളിലേക്ക് പോകാം. അതിന് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അവർക്ക് ചെയ്ത് കൊടുത്ത് രസിക്കാൻ ഞാനൊരു ചോദ്യം ബോർഡിൽ എഴുതാം. പക്ഷെ അതിന്റെ ആൻസർ എനിക്കിപ്പോ വേണ്ട. യൂട്യൂബിൽ ഈ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ആൻസർ കുട്ടികൾക്ക് സഹായിച്ചു കൊടുത്താൽ മതി. ചോദ്യം പിടിച്ചോളൂ. ഇതാണ് ചോദ്യം. ഇവർക്ക് പെരിമീറ്റർ മാത്രമേ ചോദിക്കൂ. പേരൻസിന്റെ അറിവിലേക്ക് പറയുകയാണ്. 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാലാണ് ഇവരോട് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ചോദിക്കുക. അതേ സമയത്ത് ഇപ്പൊ അവരോട് ചോദിക്കുന്നത് പെരിമീറ്റർ മാത്രമാണ്. ആ പെരിമീറ്ററിന് ഇങ്ങനെയൊക്കെ ചോദിക്കുക. ഒരു റെക്ടാങ്കിൾ തന്നിട്ട് സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടാക്കും, അല്ലെങ്കിൽ ഒരു വലിയ റെക്ടാങ്കിൾ തന്നിട്ട് 4 ഭാഗമാക്കും, അല്ലെങ്കിൽ ഒരു പീസ് അങ്ങോട്ട് മാറ്റും. ഇങ്ങനെയൊക്കെ പല രീതിയിലും ചോദിക്കും. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവരെ പരിചയപ്പെടുത്തേണ്ടതായിട്ട് വരും. അത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ആ കുട്ടികൾക്ക് അത് പ്രാക്ടീസ് കൊടുക്കണം. കാരണം LSSന്റെ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുക പരിചയമില്ലാത്ത ടീച്ചേഴ്സിനെയാണ്, പിന്നെ നോക്കുക ചുറ്റുമുള്ള ചുമരാണ്. ഇതെല്ലാം നോക്കി അങ്ങനെ നോക്കുന്നതിലേക്ക് നമ്മുടെ സമയം അങ്ങോട്ടും കഴിയും. കുട്ടികൾക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടത്. സമയക്കുറവാണ് പല കുട്ടികളും പറയുന്ന ഒരു കാര്യം. ശരി, ഇനി വീട്ടിൽ നിന്ന് അവരെ നിങ്ങൾക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരു ചെറിയ ചോദ്യം തരാം. ഈ ചോദ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പെരിമീറ്ററായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അതിൽ കിട്ടും. അതുകൊണ്ട് ആ ചോദ്യം ഞാൻ തരാം, ശ്രദ്ധിച്ചോ. എല്ലാ മക്കളും അവരുടെ നോട്ട് ബുക്കിൽ പെൻസിൽ കൊണ്ട് ഒരു ചെറിയ സ്ക്വയർ വരയ്ക്കും. ഒരു കുഞ്ഞ് സ്ക്വയർ. അളവൊന്നും എടുക്കണമെന്നില്ല, തൽക്കാലം കുഞ്ഞ് സ്ക്വയർ വരച്ചാണ്. വരച്ചു കഴിഞ്ഞാൽ കോഹോസ്റ്റിന് ആ സമയം കണക്കാക്കിക്കൊണ്ട് യെസ് എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത ഞാൻ ഒരു വിവരം അവിടെ തരാൻ പോവുകയാണ്. ഈ കുഞ്ഞ് സ്ക്വയറിന്റെ പെരിമീറ്റർ നിങ്ങൾക്ക് തരികയാണ്. ആ കുഞ്ഞ് സ്ക്വയറിന്റെ പെരിമീറ്റർ നിങ്ങൾക്ക് തരികയാണ്. അതായത് ആ കുഞ്ഞ് സ്ക്വയറിന് ഞാൻ 1 എന്ന് പേര് കൊടുക്കുന്നു, നമ്പർ 1. ആ നമ്പർ 1 എന്ന ആ ചെറിയ സ്ക്വയറിന്റെ പെരിമീറ്റർ മക്കൾക്ക് തരികയാണ് 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ ആണ്. അപ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയേണ്ട ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. What is the one side? 5. എന്തൊരാവേശം. വെരി ഗുഡ്, വളരെ നന്നായി. അപ്പൊ ഒരു സൈഡ് 5 ആണ്. അടുത്തത് വളരെ ശ്രദ്ധിക്കണേ മക്കളെ. ഞാൻ ഇതിനോട് ചേർത്തിട്ട് വേറൊരു സ്ക്വയറും കൂടി അങ്ങോട്ട് നിർമ്മിക്കുക. ഓക്കെ.
അങ്ങനെ ഒരു ചെറിയ സ്ക്വയർ കൂടി അതിനോട് ചേർത്ത് വെച്ചു. ആ സ്ക്വയറിന്റെ, അതായത് രണ്ടാമത് വരച്ച ആ ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ, അതിന് 2 നമ്മൾ കൊടുത്തു. അതിന്റെ പെരിമീറ്റർ 24 സെന്റിമീറ്റർ ആണ്. വീണ്ടും ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഒരേ സ്വരത്തിൽ എല്ലാവരും വിളിച്ച് പറയണം, ആ 24 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ സ്ക്വയറിന്റെ പെരിമീറ്റർ 24 ആണെങ്കിൽ ഒരു സൈഡ് എത്ര ഉണ്ടാവും? വളരെ നല്ലത്. ഇനി നിങ്ങളെ പേരൻസിനെ കൊണ്ട് ഇടപെടിക്കേണ്ട ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മക്കൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് അത് കഴിഞ്ഞില്ല എന്ന് വരാം. കഴിയെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായി. ചോദ്യം ഒന്നുമല്ല, ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ആദ്യത്തതിന്റെ സൈഡും രണ്ടാമത്തതിന്റെ സൈഡും ഒരു സൈഡായിട്ട് പരിഗണിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു സ്ക്വയർ ഇതിനോട് ചേർത്ത് വെക്കുകയാണ് മക്കളെ. അതിന്റെ ഒരു സൈഡ് നിങ്ങൾ സ്വയം ആലോചിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയില്ല, ശ്രദ്ധിക്കുക. ഇതിപ്പോ ചെയ്യേണ്ട വർക്കല്ല, ചെയ്താടെ വെച്ചോളൂ. പിന്നീട് തന്നാൽ മതി. യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ മക്കൾ തന്നാൽ മതി. മക്കളെ, അത് 3ാമത്തെ നമ്പർ ഞാൻ കൊടുക്കുകയാണ്. അതും സ്ക്വയറാണ്. പിന്നെ അടുത്ത എന്റെ പ്രശ്നം ഇതാണ്, രണ്ടാമത്തതിന്റെ ഒരു സൈഡും 3ാമത്തതിന്റെ ഒരു സൈഡും ഒരു സൈഡായിട്ട് പരിഗണിച്ചുകൊണ്ട് കുറച്ചുകൂടി വലിയ ഒരു സ്ക്വയർ ഞാൻ അവിടെ പണിയുകയാണ്. അയ്യോ പോയോ, അതിങ്ങനെ സ്ക്വയർ വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെ വരുന്നത്. എന്നാ പിന്നെ നമുക്ക് ആ സാധനം എടുക്കണ്ട, ഇങ്ങനെ എടുക്കാം. ഒന്നിങ്ങനെ വരച്ചു നോക്കാം. മക്കൾ എന്റെ കൂടെ തന്നെ വരച്ചോ. മൂന്നാമതൊരു സ്ക്വയർ കൂടി വരച്ചു. സ്ക്വയർ ആണ് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. അപ്പൊ 4 സ്ക്വയർ ആയി. ശ്രദ്ധിക്കുക, ആദ്യം ഒരു ചെറിയ സ്ക്വയർ, അതിന്റെ പെരിമീറ്റർ 20. രണ്ടാമത് ഒരു നീലമഷിയോട് എഴുതിയ 2 നമ്പർ എഴുതിയത്, അതിന്റെ പെരിമീറ്റർ 24. മൂന്നാമത്തെ തന്നിട്ടില്ല, 4ാമത്തെ തന്നിട്ടില്ല. എന്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. What is the perimeter of this figure? What is the perimeter of this figure? ഈ ഫിഗറിന്റെ പെരിമീറ്റർ, what is the perimeter? ഈ ഫിഗറിന്റെ പെരിമീറ്റർ എത്രയാണ്? ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുക അമ്പിളി. Yes. Could you please read the question? Yes. Angel. Yes, sir. Will you read the question? What is the perimeter of this figure? അതിന് മുമ്പ് അതിന്റെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഈ ചോദ്യത്തിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ പേരൻസിനോട്. പേരൻസ് ആണ് ചോദ്യം വരേണ്ടത്. ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ചോദ്യത്തിൽ സംശയം? കൂടെ പറഞ്ഞു കൊടുക്കോ? ഉത്തരം ഓ ടീച്ചറാണോ അത്? ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുമെന്ന്. ഒന്നും പറയാം. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ കുട്ടികൾക്ക് ചിലപ്പം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞ് എന്ന് വരില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അവരൊന്ന് സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുക, ആദ്യം ഞാനൊരു ചെറിയ സ്ക്വയർ വരച്ചു. അതിന്റെ പെരിമീറ്റർ 20 അതിനോട് ചേർത്തിട്ട് 2 എന്ന് നമ്പർ എഴുതിയ വേറൊരു സ്ക്വയർ വരച്ചു. അതിന്റെ പെരിമീറ്റർ 24 പിന്നീട് ഞാൻ ചെയ്തത് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഒരു സൈഡായിട്ട് പരിഗണിച്ചുകൊണ്ട്
മൂന്നാമതൊരു സ്ക്വയർ താഴെ വരച്ചു. അതിന്റെ പെരിമീറ്റർ നിങ്ങൾ സ്വയം ആലോചിച്ച് കണ്ടുപിടിക്കണം. പക്ഷേ പെരിമീറ്റർ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ചുറ്റുമുള്ള അളവാണല്ലോ ചുറ്റളവ്. അങ്ങനെയാകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോകേണ്ട കാര്യം വരുന്നില്ല. നിങ്ങൾ ചുറ്റും നടന്നു പോയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫിഗറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. ഇത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി, ഇപ്പം വേണ്ട. ഇപ്പം അതുമായിട്ട് ഇരിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തന്നു എന്ന് മാത്രം കരുതുക. ഓക്കെ ഓക്കെ സാർ. അപ്പം ചോദ്യം അങ്ങോട്ട് മാറ്റി വെക്കുക. വേറൊരു ചോദ്യം തരാം ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ചോദ്യം ഞാൻ വേറെ തരാം. ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിച്ചോ. ഇതേമാതിരി വേറൊരു ചോദ്യം തരാം. കാരണം ഇതൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു ചോദ്യങ്ങൾക്ക് എളുപ്പമാകും. അതുകൊണ്ടാണ് പറയാൻ കാരണം. മക്കൾ എല്ലാവരും നേരത്തെ വരച്ചതുപോലെ ഒരു ചെറിയ സ്ക്വയർ വരയ്ക്കുക. ആ ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ അവിടെ പെരിമീറ്റർ തരുന്നില്ല, ഒരു സൈഡാണ് തരുന്നത്. 1 സെന്റിമീറ്റർ ആണ്. അതിനോട് ചേർത്തിട്ട് നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന ചില ഉപകരണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേറൊരു സ്ക്വയറെ വരച്ചു. ആ രണ്ടാമത് വരച്ചതിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണ്. ആദ്യത്തിന്റെ 1 സെന്റിമീറ്റർ, രണ്ടാമത്തത് 2 സെന്റിമീറ്റർ. മൂന്നാമത് ഒരെണ്ണം കൂടി ഞാൻ വരയ്ക്കുകയാണ്. അവിടെ മൂന്നാമതൊരു വരച്ചപ്പോൾ ആ മൂന്നാമത്തതിന് 3 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ്. എല്ലാം സ്ക്വയർ ആണ്, സമചതുരമാണ്. നാലാമത് ഞാൻ വേറൊന്നുകൂടി വരയ്ക്കുകയാണ്. നാലാമത് വേറൊന്നും വരച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് 4 സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ. അപ്പൊ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ? What is the perimeter of this figure? ആൻസർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ചോദ്യം ക്ലിയർ അല്ലെങ്കിൽ പേരൻസിന് പ്രതികരിക്കാം. കുട്ടികൾ എല്ലാവരും കൂടിയും ബഹളം വെക്കണ്ട. കുട്ടികൾക്ക് പകരം പേരൻസിന് പറയാം. ചോദ്യം ക്ലിയർ അല്ലെങ്കിൽ ഇതിപ്പോ ചെയ്യേണ്ട ഉത്തരമാണ്. 34 അല്ല, ചോദ്യത്തിനല്ല, ചോദ്യം ക്ലിയർ അല്ലെങ്കിൽ പറയാം. ക്ലിയർ ആണ്, ചോദ്യം ക്ലിയർ ആണ്. ആ അല്ല, ക്ലിയർ ആണ്. ആ ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ആൻസർ ഏഞ്ചൽ ഏതൊക്കെയാണ് കുട്ടികളിൽ നിന്ന് ആൻസർ വരുന്നത്? പറയൂ മകളെ. സാറ് 28, 34, 40 എന്നൊക്കെ വരുന്നുണ്ട്. ഒരു മിനിറ്റ്, അതൊന്നും ഇവിടെ എഴുതി വെക്കട്ടെ. എന്നോട് പിന്നെ അങ്ങ് മറന്നു പോകുമ്പോളെ. ഏതൊക്കെയാ വരുന്നത്? 28, 34, 34, 34, പിന്നെ 55, 40, 55, 40, 20, പിന്നെ എത്ര? 10, 10. പിന്നെ 25. ഇത്രയാണ്. ഇനിയും വരട്ടെ, ഇഷ്ടമാതിരി നമ്പേഴ്സ് കിടക്കുമല്ലേ. ഇനിയും വന്നോട്ടെ. 25 കുറയ്ക്കണ്ട. 25 വന്നോട്ടെ, ഇനിയും വരട്ടെ, ഇഷ്ടമാതിരി വരട്ടെ. സാധാരണ ഒരു ചോദ്യത്തില് ഏഞ്ചൽ എത്ര ഓപ്ഷൻ ഉണ്ടാവുക? 4. നിങ്ങൾ എത്ര ഓപ്ഷനാണ് എനിക്ക് തരുന്നത്? ഇത്രയും ഓപ്ഷൻ. ശരി, തീർന്നിട്ടില്ല, ഇനിയും ഇടുന്നുണ്ട്. ഇനിയുണ്ടോ? വരെ സംഖ്യകൾ കിടക്കുമല്ലേ. 37, 36. പിന്നെ സുനിൽ എബ്രാം എന്ന ഐഡിയിലുള്ള
അമ്പിളിക്ക് എന്താ പറയാനുള്ളത്? ഇതിന്റെ ആൻസർ എത്രയാണ്? സാറേ സുനിൽ എബ്രഹാം ഏഞ്ചൽ ആണ്. ഏഞ്ചൽ ആണ്. ഓ, അപ്പൊ ഏഞ്ചൽ അവിടെ നിൽക്കട്ടെ. ഇനി വേറെ കുട്ടീനെ വിളിക്കുക. ജുവൽ റോസ് എന്ന മോക്ക് എന്താ പറയാനുള്ളത്? 40. ജിസി ജോസഫിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ വീഡിയോ ഓൺ ചെയ്താൽ എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാത്ത കുട്ടികളെ എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജിസി ജോസഫിന് എന്താണ് പറയാനുള്ളത്? 24. അപ്പൊ പറയുന്നത് എന്തെന്നാണെന്നറിയോ? ഐശ്വര്യ ഷൈജുവിന് എന്താ പറയാനുള്ളത്? ഓഹോ, ആ, ഓക്കെ. എത്ര? 28. ഗൗരി എന്നാണ് മോളാ. ഗൗരിയാണ് അല്ലേ? ഐശ്വര്യ ഷൈജു എന്ന് പറഞ്ഞത് ഗൗരിയല്ലേ? ആ, ഗൗരി മോള് കൂടെ അച്ഛൻ ഉണ്ടാവൂലേ? അടുത്തിരിക്കുന്നുണ്ടാവും. അച്ഛൻ അടുത്തിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അച്ഛനെ കൊണ്ട് ഫോൺ കൊടുക്കാൻ അച്ഛൻ സംസാരിക്കട്ടെ. കേൾക്കാമോ? ചോദ്യം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഉത്തരത്തിലേക്കാണ് ഒരു ക്ലിയർ വരുത്താണ്. എത്രയാ മോക്ക് കിട്ടിയത്? 28 കിട്ടി. 28 കിട്ടുന്നതിന് നിങ്ങളുടെ പങ്കാളിത്തം 28 സഹായിച്ചിരുന്നു കുട്ടിയെ. കുറച്ച് സഹായിച്ചിട്ടുണ്ട്. 28 is the right answer. ഇനി 28 കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോകും. ആര് കോഹോസ്റ്റിന് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? 28 കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കോഹോസ്റ്റായ കുട്ടികളെ ഞാൻ വിളിക്കുകയാണ്. 28 പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സഹായിക്കാം. എങ്ങനെ കിട്ടി? The answer is 28. അപ്പൊ മറ്റുള്ള ആൻസേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം മക്കളെ. മറ്റുള്ള ആൻസേഴ്സ് ഒക്കെ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. ആദ്യം തന്നിരിക്കുന്ന ആ 28 തന്നെയാണ് ശരി. ഇതൊക്കെ പോട്ടെ. അപ്പൊ 28 is the right answer. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ തന്ന ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് തരാൻ കാരണം. യെസ്, 28 is the right answer. കോഹോസ്റ്റായ കുട്ടികൾക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഏതെങ്കിലും കുട്ടിക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് ഇത് 28 കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. താഴത്ത് നമുക്ക് അങ്ങോട്ടങ്ങ് ആഡ് ചെയ്യാം അല്ലേ മോളെ? 1 + 2 + 3 + 4 is equal to 10. 4 × 5/2 അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. 1 + 2 + 3 + 4 അങ്ങനെ കൂട്ടൊന്നും വേണ്ട. 1 അവിടെ ഉണ്ടെങ്കിൽ 4 × 5/2 എന്ത് രസാ കൂട്ടാൻ. 1 + 2 + 3 + 4 + 10 വരെ കൂട്ടിയാൽ കൂട്ടാൻ പോകണ്ട. 10 × 11/2 അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സാരമില്ല മോൾ അത് പറഞ്ഞോ. എനിക്ക് അതൊന്ന് പറയട്ടെ. 1 + അതിൽ നിന്നൊക്കെ ഒന്നുകൂടി നോക്കാം. ഒന്നുകൂടി പറഞ്ഞ മോളെ. ഫസ്റ്റ് 1 + 2 + 3 + 4 ആഡ് ചെയ്ത്. ഒരു മിനിറ്റ്. 1 + 2 + 3 + 4 ആഡ് ചെയ്തപ്പോ എത്രയാ കിട്ടിയത്? 10 കിട്ടി. അപ്പൊ താഴത്തെ മാത്രമല്ലേ കിട്ടിയുള്ളൂ. പിന്നെ ഇനി ഈ ഭാഗത്തെ 1ഉം ആ ഭാഗത്തെ 4ഉം ഞാൻ ആഡ് ചെയ്തു. ഇവിടെ ഒരു 4 ഉണ്ട് അല്ലേ? അതായിരിക്കും അല്ലേ? ഇനി ഫസ്റ്റ് 1ഉം നമുക്കൊരു കാര്യം ചെയ്താലോ? ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. ഞാനൊന്ന് പറയട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കറിയുന്നതൊക്കെ ഇവിടെ അങ്ങ് കൊടുക്കാം. എന്തൊക്കെയാണോ നമ്പേഴ്സ് അറിയുന്നത് അതിലെ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ മോള് 4 കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്ട് ഇവിടെ ഒരു 4 കൊടുത്തൂടെ? കൊടുക്കാം. ഇവിടെ ഈ 3യുടെ നേരെ നമുക്കൊരു 3 കൊടുത്തൂടെ? കൊടുക്കാം. ഈ 2യുടെ നേരെ നമുക്ക് 2 കൊടുത്തൂടെ? കൊടുക്കാം. ഈ 1ന്റെ നേരെ ഒരു 1 കൊടുത്തൂടെ? കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ താഴെ 10 കിട്ടിയാൽ മേലെയും 10 കിട്ടണ്ടേ? കിട്ടും. അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 20. അതെനിക്ക് മനസ്സിലായി.
പിന്നെ ഇവിടെ ഒരു 4 കിട്ടിയതും എനിക്ക് മനസ്സിലായി, 24. പിന്നെ ഇവിടെ ഒരു 1 കിട്ടിയത് എനിക്ക് മനസ്സിലായി, അപ്പൊ 25 പാടുള്ളൂ. അപ്പൊ ഈ നമ്മളെ 1ന്റെ ഈ 2ന്റെ അവിടെ ഒരു സംഭവം മേലേക്കില്ലേ? അത് ശരി. അതായത് ഈ 1 അല്ലാതെ ഇവിടെ ഒരു 1 ഉണ്ട് അല്ലയോ? അപ്പൊ പെരിമീറ്റർ കാണുമ്പോ അതില് വളച്ചങ്ങ് പോകണം അല്ലയോ? അപ്പൊ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ 1 കൂട്ടിയ പോരാ, ഈ 1ഉം ഈ 1ഉം ഈ 1ഉം ഈ 1ഉം കൂടി കൂട്ടണം. അപ്പൊ എത്ര വരും? അല്ല, ഇത് 4 വരും. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ, ഒരിക്കൽ കൂടി പറയാം, 10 + 10 ആയ 20യും ഈ സൈഡിലുള്ള 4ഉം ഈ സൈഡിൽ 1അല്ല ഉണ്ടാവുക, ഇത് ഇങ്ങോട്ട് ഉയർന്നപ്പോൾ ഓരോ 1 ഇവിടെ കൂടുന്നുണ്ട്. അതും കൂടി നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് മൊത്തം 28 കിട്ടും. ഗൗരി അങ്ങനല്ലേ പറയാൻ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പൊ ഗൗരി ഒറ്റക്ക് ചെയ്താണോ അല്ല അച്ഛൻ സഹായിച്ചിട്ടുണ്ടോ? ഉള്ള പറ. അച്ഛൻ സഹായിച്ചിട്ട്. അപ്പൊ ഞാൻ മറ്റു കുട്ടികളെ വിളിക്കട്ടെ. മറ്റു പേരൻസിന്റെ സഹായമില്ലാതെ ഈ 28 കിട്ടിയ കുട്ടികളെ പേരെന്ന് പറ. അന്നത്തെ ക്ലാസ്സിലെ സാർ പറഞ്ഞോണ്ട് ഞാൻ ഒറ്റക്ക് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ പേരൻസിനോടാണ് എന്റെ ചോദ്യം. ഈ ചോദ്യം നിങ്ങളുടെ കുട്ടികൾക്ക് വ്യക്തമല്ലേ? ഒന്നുകൂടി വിവരിക്കാം. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇനി നമ്മള് ചിത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചിത്രങ്ങൾ ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിലൊക്കെ പറയാം. ഒരുപാട് ചിത്രം വരുമ്പോ ഒരു സുഖമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക മക്കള്, ഞാൻ ഓപ്ഷനാണ് എഴുതാൻ പോകുന്നത്. ആ ചോദ്യം ഒന്ന് നോക്കണേ അമ്പിളി. 8077. അമ്പിളി അങ്ങനെ ഒരു ചോദ്യം ഇല്ലായിരുന്നു ഓപ്ഷൻ തരുന്നത്? 7863 ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യം കണ്ടോ? 4415. ഒന്ന് വായിച്ച ആ ഓപ്ഷൻ ഒന്ന് വായിച്ച നമ്മള്. 8077, 7863, 4004, 450. ഈ 4000ഉം ഏന്റെ എവിടെയാ കൊടുക്കുന്നത്? 4415 ആണോ കൊടുക്കുക, അല്ലെങ്കിൽ 4000 എവിടെയാ ഈ ഏന്റ് പറയേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല. 4450 എവിടെയാണ് കൊടുക്കേണ്ടത്? 4450 എന്ന് പറയണോ? എന്ന് പറയേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല. പറയൂ. 4415. 4415. ഇനി മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? അതാണോ ശരി? ഗൗരിയോട് ചോദിച്ചു, ഗൗരി എങ്ങനെയാണ് ശരിക്കും പറയുന്നത്? എങ്ങനെ പറയാതെ എങ്ങനെയും പറയാം. അങ്ങനെയാണോ? എങ്ങനെയും പറയാം. 4415 പറയാം. ശരി, ആയിക്കോട്ടെ. അമ്പിളി അടുത്ത ഓപ്ഷൻ വായിക്കും. ഏഞ്ചൽ അടുത്ത ഓപ്ഷൻ ഏതാണ്? 5518. ശരി, ആയിക്കോട്ടെ. 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്താണെന്ന് പറയാം. തുടർച്ചയായ 4 സംഖ്യകളുടെ തുക ആകാവുന്ന സംഖ്യ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കൾക്ക്? Which of the following number is the sum of consecutive 4-digit numbers? Which of the following number is the sum of consecutive 4-digit numbers? തുടർച്ചയായ 4 സംഖ്യകളുടെ തുക ആകാവുന്നത്. അപ്പോ നമുക്ക്
4 അക്ക സംഖ്യകളുടെ തുക ആകാവുന്നതിൽ തുടർച്ചയായിട്ടുള്ളതിൽ ഏതോ ഉണ്ട്. അത് ഏതായിരിക്കാം? കുട്ടികൾക്ക് ചോദ്യം വ്യക്തമല്ലെങ്കിൽ പ്രതികരിക്കാം. സർ ഒന്നുകൂടി ചോദ്യം പറഞ്ഞു തരുമോ? ചോദ്യം പറഞ്ഞു തരുമോ? ചോദ്യം പറഞ്ഞു. റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ. ചോദ്യം മക്കള് ഒരു 4 ഡിജിറ്റ് നമ്പർ എടുക്കുക. 1 2 3 4 എടുത്തു. അതിന്റെ തൊട്ടടുത്ത സംഖ്യ 1 2 3 5 ആണ്. 1235. തൊട്ടടുത്ത സംഖ്യ 1236 ആണ്. 4ാമത്തെ സംഖ്യ 1237 ആണ്. These are consecutive natural numbers, 4-digit natural numbers. Consecutive 4-digit natural numbersന്റെ സം ആയിട്ട് വരുന്ന, തുകയായിട്ട് വരുന്ന ഏതോ ഒരു നമ്പർ ഇതിലുണ്ട്. അതേതായിരിക്കും? ചോദ്യം വ്യക്തമല്ലെങ്കിൽ വീണ്ടും ചോദിക്കാൻ പറഞ്ഞുതരാം. വ്യക്തമാണ്. അപ്പൊ മക്കൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, കുറെ കാര്യങ്ങൾ പേരൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾക്ക് അവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ പോയിന്റ് ഇതാണ്. 1 + 2 = 3 ആണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് നിങ്ങൾ പറയണം. ഞാൻ മൈക്ക് ഓൺ ചെയ്യും, ആ സമയത്ത് പറഞ്ഞാൽ മതി. 2 + 3 = 5 ആണ്. ഞാൻ ഏത് പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത് മക്കൾ ശ്രദ്ധിച്ചാൽ മതി. 10 + 11 = 21 ആണ്. 50 + 51 = 101 ആണ്. പറയൂ മക്കളെ. ഞാൻ ഇതൊക്കെ ആഡ് ചെയ്തപ്പോൾ 3 ലഭിച്ചു. പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ 5 ലഭിച്ചു. 10 + 11 ഞാൻ ചെയ്തപ്പോൾ 21 ലഭിച്ചു. 50 + 51 ലഭിച്ചപ്പോൾ 101 ലഭിച്ചു. എന്താണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പർ ആഡ് ചെയ്താൽ വേറെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് എന്ന് നിങ്ങൾ എഴുതിക്കോളൂ. The sum of 2 consecutive natural number is always odd. ഇവിടെ ഓൾഡ് നോക്കിയാൽ ടൈപ്പ് ചെയ്ത് വന്നത് എന്താണെന്ന് മനസ്സിലാകില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് മാറ്റി പിടിക്കാം. The sum of 2 consecutive natural numbers is always odd എന്നാണ് ഉദ്ദേശിച്ചത്. വന്നത് വേറെ വയ്ക്കാണ്. സാറില്ല, ഓട്ടെ. ശ്രദ്ധിക്കുക. 2 അടുത്തടുത്ത എണ്ണൽ സംഖ്യയുടെ തുക എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും എന്ന സത്യം. അതാണ് ഇപ്പോൾ നമ്മളിവിടെ വ്യക്തമാക്കിയത്. മക്കൾ അത് ഒരു പെട്ടിയിൽ പ്രത്യേകം എഴുതി വെക്കണം. ഒരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? ആ ബോക്സിന്റെ ഉള്ളിൽ ഈ സംഭവം എഴുതി വെക്കാം. എന്താണ് എഴുതി വെക്കേണ്ടത്? The sum of 2 consecutive natural number is always odd. അതൊരു സംഭവമാണ്. അങ്ങനത്തെ കുറെ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരും. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മക്കൾക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് 1ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 3 എന്ന ഓഡ് നമ്പർ കിട്ടി. നേരത്തെ 10ന്റെ കൂടെ 11 കൂട്ടിയപ്പോൾ നമുക്ക് 21 എന്ന ഒരു ഓഡ് നമ്പർ കിട്ടുന്നു. പിന്നെ 100ന്റെ കൂടെ 101 കൂട്ടിയപ്പോൾ 201 കിട്ടുന്നു. എല്ലാം ഓഡ് നമ്പറാണ്. അപ്പൊ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യയുടെ തുക sum of 2 consecutive natural number is always odd. അത് കുട്ടികൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും.
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് ഓപ്ഷനായിട്ട് 101 കൊടുക്കുന്നു, അതുപോലെ 202 കൊടുക്കുന്നു, 404 കൊടുക്കുന്നു, 556 കൊടുക്കുന്നു. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തേടി പിടിക്കേണ്ടത് അവിടെ ഓഡ് നമ്പർ ഏതാണല്ലോ നോക്കുക. കാരണം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഓഡ് നമ്പർ ആയ 101 ആയിരിക്കും ശരി വരിക. നിങ്ങളോട് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ഓഡ് നമ്പർ എന്ന് ചോദിക്കില്ല. കാരണം നിങ്ങൾ LSS എഴുതാൻ പോകുന്ന മിടുക്കരായ കുട്ടികളാണ്. LSS എഴുതുന്ന മിടുക്കരോട് ചോദിക്കുന്ന ചോദ്യം സ്റ്റൈൽ മാറ്റിക്കളെ, വേറെ സ്റ്റൈലിലാണ് ചോദിക്കുക. Which of the following number is the sum of two consecutive natural numbers? അപ്പൊ മക്കൾ അവിടെ വെറുതെ ഇരിക്കുന്ന നമുക്ക് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ കൂട്ടിയാൽ എന്താണ്, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അത് നോക്കിയുള്ളത് എന്ത് രസം. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അത് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള സംഭവമാണിത്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് നോക്കിക്കോളെ മക്കള്, അത് നല്ല രസം നോക്കിക്കോളെ. അത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാൽ ഞാൻ അതിന്റെ അത്ഭുതം കാണിച്ചു തരാം. 3 is an odd number. What is the next odd number? 5. 5. Odd number ആണ്. 3 into 5 എത്രയാണ്? 15. 15. അപ്പൊ നിങ്ങൾക്ക് 3 into 5 15 കിട്ടി. ആ 15ന്റെ കൂടെ മക്കൾ 1 ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 16. 16 കിട്ടും. ഈ 16 എന്ന ആ സംഖ്യ ഏതോ 2 ഒരേ നാച്ചുറൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തതിന്റെ ഫലമാണ്. ഏതോ 2 ഒരേ നാച്ചുറൽ നമ്പർ മൾട്ടിപ്പിൾ ചെയ്തതിന്റെ ഫലമാണ്. ഏതാണ്? 4. ഏതാണ്? 4. 4. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ മിഡിൽ നമ്പർ ഇവിടെ 4 ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി ഇത് കാണിച്ചു തരാം. 5ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ എത്രയാണ്? 8. 4 എന്നതിന്റെ ഡബിൾ എത്രയാണ്? 8. അപ്പൊ ഇതൊക്കെ നമുക്ക് വഴിയേ ഇങ്ങനെ മനസ്സിലാക്കിക്കോളും. സാറേല്ല, നമ്മുടെ ചോദ്യം ഇനി ഇതിലേക്ക് വരാം. ഇനി മക്കൾക്ക് 2 നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി, ഓഡ് നമ്പർ ആയിരിക്കുമെന്ന് സത്യം മനസ്സിലായി. ഇനി 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താൽ സംഭവിക്കും നോക്കാം. 1 + 2 + 3. വാട്ട്സ് ദ ആൻസർ? 6 ആണ്. 2 + 3 + 4. 9. ഇനി ഈ പറഞ്ഞതില് 6 എന്നത് ഈവൻ നമ്പർ ആണ്, 9 എന്നത് ഓഡ് നമ്പർ ആണ്. അപ്പൊ 6 ഈവൻ നമ്പറും 9 ഓഡ് നമ്പറാണ്. അപ്പൊ നമ്മൾ നോക്കൂ, ഈ തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവായ നമ്പേഴ്സ് 3 നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഓഡ് നമ്പർ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടിയത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഓഡ് നമ്പറുമാണ്. ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ചോദ്യത്തിലെ ഓപ്ഷൻ 8077 എന്നും രണ്ടാമത്തത് 7863 എന്നും മൂന്നാമത്തത് 4415 എന്നും നാലാമത്തത് 5518 എന്ന് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ 3 ഒരേ ലെവലിൽപ്പെട്ട സംഖ്യയും 1 വ്യത്യസ്തവുമാണ്. ആ 1 വ്യത്യസ്തമായത് ഏതാണ്? 5,580. ഏഞ്ചൽ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഏഞ്ചൽ കേൾക്കാം സാർ. മോള്
ഈ 1ഉം 2ഉം അല്ലാത്ത ഒരു 10ൽ താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ പറയും. പത്തിൽ താഴെയുള്ള നമ്പർ പറയും. എത്ര ആലോചിക്കണം? ഏജിൽ പോയി. അമ്പിളി പറയും 10ൽ താഴെയുള്ള ഒരു നമ്പർ. ശരി, 5. എത്രയാ പറയാ? 5 അല്ലേ? യെസ്. അപ്പൊ 5 പ്ലസ്, ഞാനൊന്ന് ഏഡ് ചെയ്ത് നോക്കട്ടെ. 6 പ്ലസ് 7 പ്ലസ് 8. 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എല്ലാം 1 ഡിജിറ്റ് നമ്പറുമാണ്. ഇത് ഏഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 36. 36. ഒന്നുകൂടി ആലോചിച്ചിട്ടേ പറയാം. കാരണം മറ്റുള്ള കുട്ടികൾ കേൾക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നതാണ്. ശരിക്കും കൂട്ടിയിട്ട് പറയണം. മറ്റുള്ള കുട്ടികൾ 26. വെരി ഗുഡ്. 26 ആണ്. ശരി. ഈ 26 ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഈവൻ നമ്പർ. ഈവൻ നമ്പർ. വേറൊരു കുട്ടി, മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി 10ൽ താഴെയുള്ള വേറൊരു നമ്പർ പറയും. 4. 6. 4 ആയിക്കോട്ടെ. 4 എങ്കിൽ 4. 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 എത്രയാണ്? പോയോ? എല്ലാരും പോയോ? ആരും മിണ്ടുന്നില്ല. എന്തൊരു സങ്കടമായിട്ട്. പറയൂ. 22. അപ്പൊ എല്ലാരും 22 ആണ്. യെസ്. കോഹോസ്റ്റ് മിണ്ടാത്തോണ്ടാണ് മറ്റുള്ള കുട്ടികൾ പറഞ്ഞത്. 22 ആണ്. അപ്പൊ 26 ഈവൻ നമ്പർ, 22 ഈവൻ നമ്പർ. വേണ ഒരു പരീക്ഷ നടക്കാം. നമുക്ക് 20ൽ താഴെയുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ പറയും. 20ൽ താഴെയുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ. 15. യെസ്, ആയിക്കോട്ടെ. 15 പ്ലസ് 16 പ്ലസ് 17 പ്ലസ് 18. 4 ഒന്നിച്ചു കൂട്ടുകയാണ്. എത്ര കിട്ടും? പറയും. മറ്റു കുട്ടികളൊക്കെ പറയും. 62. 62 അല്ല, 66 ആണ്. ഇപ്പൊ കൂട്ടുന്ന 66 ആണ്. ഇല്ലേ? കോഹോസ്റ്റ് 66 അല്ലേ? അതെ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തുടർച്ചയായ കോൺസിക്യൂട്ടീവ് 4 നമ്പേഴ്സ്, അത് 4 ഡിജിറ്റ് ആവട്ടെ, 3 ഡിജിറ്റ് ആവട്ടെ, 5 ഡിജിറ്റ് ആവട്ടെ, എത്ര ഡിജിറ്റെങ്കിലും ആവട്ടെ, 4 തുടർച്ചയായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കുമെന്ന് ഉറക്കെ എല്ലാവരും വിളിച്ചു പറയൂ. യെസ്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങളുടെ പേരൻസിനോടാണ് ചോദിക്കേണ്ടത്. അവരൊന്ന് മറുപടി പറയട്ടെ. നിങ്ങളൊന്ന് പേരൻസിന്റെ കൈ കൊടുക്കൂ. കുറച്ചുകൂടി ചോദ്യങ്ങൾ ഉണ്ട്. മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. പേരൻസ് പറയും. മുന്നോട്ട് പോണോ? പേരൻസ് പറയട്ടെ. നിങ്ങളുടെ ഫോണിന്റെ കാര്യങ്ങളൊക്കെ, അവിടെ ഫോണ് ലഭ്യമാണോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ അറിയില്ലല്ലോ. മുന്നോട്ട് പോണോ? മുന്നോട്ട് പോകാം. മറ്റുള്ള പേരൻസ് എന്ന് പറയുന്നു ഒരു ഹോംവർക്ക്
അവസാനിപ്പിച്ചിട്ട് അടുത്ത ക്ലാസ് പറഞ്ഞാലോ? അടുത്ത ക്ലാസ്സിൽ മറ്റന്നാളെ ഉണ്ടാവും. പിന്നെ ഇന്ന് നാളെ ക്ലാസ് ഉണ്ടാവില്ല, നാളെ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ്. ഞാനൊരു ഹോംവർക്ക് 2 ഹോംവർക്ക് തരാൻ പോവുകയാണ്. ആദ്യത്തെ ഹോംവർക്ക് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഹോംവർക്ക് നേടിയെടുക്കുക. What is the sum of all odd numbers between 20 and 50? ഏഞ്ചൽ, ആ ചോദ്യം ഒന്ന് വായിച്ച മോളെ. ഏഞ്ചൽ പോയി, ചോദ്യം വായിക്കുന്നില്ല. അമ്പിളിയെ വിളിക്കുന്നു, അമ്പിളിയും പോയി തോന്നുന്നു. ചോദ്യം വായിക്കും. What is the sum of all odd numbers between 20 and 15? ഇനി ഞാൻ വേറെ പ്രോവിഡൻസ് ജൂനിയറിലെ ഒരു കുട്ടീനെ വിളിക്കുകയാണ്. പ്രോവിഡൻസ് ജൂനിയറിലെ ഒരു കുട്ടി ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും മോളെ. What is the sum of all odd numbers between 20 and 50? ഓക്കെ, ഞാൻ ആംഗ്ലോ ഇന്ത്യയിലെ ഒരു കുട്ടീനെ വിളിക്കുന്നു. നമ്മുടെ കോഹോസ്റ്റ് അല്ലാത്തൊരു കുട്ടി മുന്നോട്ട് വരട്ടെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് ഇതിന്റെ മലയാളം വേണമെങ്കിൽ ഇതാ പറയുന്നു, ശ്രദ്ധിക്കുക. 20നും 50നും ഇടയിലുള്ള എല്ലാ ഒറ്റസംഖ്യകളുടെയും ഓഡ് നമ്പേഴ്സിന്റെയും തുക എത്രയാണ്? സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 20 and 50. 20നും 50നും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യരുതേ, അത് ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ പോയിട്ട് ആദ്യത്തെ സംഖ്യ 21 എന്നും രണ്ടാമത്തെ സംഖ്യ 23 എന്നും ഒക്കെ എഴുതിയിട്ട് അങ്ങനെ എഴുതി കൂട്ടരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നേരം കൊടുത്തു 21 + 23 + അങ്ങനെ എഴുതിയിട്ട് 49 വരെ കൂട്ടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. വേറൊരു വിദ്യയിൽ കൂടെ കണ്ടുപിടിക്കണം. അറിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കമന്റ് ചെയ്യാം. യൂട്യൂബിൽ നമ്പർ 5 എന്ന ഒറ്റ കൊടുക്കും ഞാൻ. അപ്പൊ കഴിഞ്ഞ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് അവിടെ എന്തോ പ്രശ്നം പറ്റിയിട്ടാണ്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് വരാൻ ശ്രദ്ധിക്കാം. ഒരു ചോദ്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മക്കൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് ഈക്വൽ ടു, അങ്ങനെയാണോ ആ ചോദ്യം മോളെ? അന്ന് ചോദ്യം വായിച്ച ഈ 8552 മൈനസ് അങ്ങനെ ചോദ്യം ഉണ്ടോ മക്കൾ? ചോദ്യം വായിച്ച മോളെ. 8551 അല്ലേ സാറേ? അല്ല 52. 8552. ഞാൻ അതിന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞോട്ടെ, ഒറ്റ വ്യക്തി. 8552 മൈനസ് പിന്നെ 7279. 6 നോക്കി പറയണം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. 8552 നിന്ന് 7276 ചെയ്താൽ എന്താണ് ചോദ്യം? എന്താണ് ഈക്വൽ ടു എന്നാണോ? ഇതിന് തുല്യമായത് ഏത്? ഈസ് ഈക്വൽ ടു, ഇതിന് തുല്യമായത് ഇതിൽ ഏതാണ്? ഓഹോ, നല്ല ചോദ്യമാണ്. ഇതിന് തുല്യമായത് മനസ്സിലായില്ല. അതായത് ഈ 8552 നിന്ന് 7276 കുറയ്ക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടുമല്ലോ മോളെ? ഉറപ്പല്ലേ? എങ്കിൽ ആ കിട്ടുന്നതിൽ ഇതിൽ ഏതായിരിക്കും എന്നാണ് ഓപ്ഷൻ വരാൻ പോവുകയാണ്. എന്നാലും മനസ്സിലാവും. 8551 നിന്ന് 7274 മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കുമോ? അല്ലെങ്കിൽ 8552 നിന്ന് 7278 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണോ? അല്ലെങ്കിൽ 8550 നിന്ന് 7274 ചെയ്താൽ കിട്ടുന്നതാണോ? അല്ലെങ്കിൽ 8551 നിന്ന്
7,277 കിട്ടുന്നതാണോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു? ശ്രദ്ധിക്കേണ്ട ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, സംസാരിക്കില്ല, ഞാൻ പറയട്ടെ. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈക്വൽ ടു എന്നാണ് ചോദിക്കുക. ചില സമയത്ത് നോട്ട് ഈക്വൽ ടു എന്ന് ചോദിക്കാം. അപ്പൊ കുട്ടികൾ ഈക്വൽ ടു എന്നുള്ളതിന് മറുപടി എഴുതിയിരിക്കും. അതുകൊണ്ട് കുട്ടികൾ ശരിക്കും ചോദ്യം ശ്രദ്ധിക്കണം. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് 8,552 നിന്ന് 7,276 കുറച്ച് കിട്ടുന്നത്? ഇതിൽ ഏതായിരിക്കും എന്നാണ് ചോദ്യം. അതിന് തുല്യമായ അതേ ഉത്തരം കിട്ടുന്ന ഏതോ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഇനി മോക്ക് പറയാനുള്ള പറയാം. എന്താണ് പറയാൻ നോക്കിയത്? സാർ 8,551 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതിന് അത് എഴുതിയത് എന്താ കുഴപ്പം? രണ്ടാമത് എഴുതിയത് വേറെ അല്ലേ? അതിനെന്താ പ്രശ്നം? ഓ ഒന്നുമില്ല. ശരി, ഒന്നുമില്ല ശരി, ഒന്നുമില്ല, വേണ്ട, പോട്ടെ. യെസ്, ഇനി മൈക്ക് ഓൺ ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പ്രതികരിക്കേണ്ടത് നിങ്ങളുടെ പേരൻസ് ആണ്. പേരൻസിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക, കുട്ടിയുടെ പേര് പറയുക, സ്കൂളിന്റെ പേര് പറയുക, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റിലും എല്ലാവരുടെ അവൈലബിൾ ആണ്. പല ഗ്രൂപ്പിലൂടെയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രശ്നമുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെ എഴുതി വെക്കുക. ടോപ്പിക് വൈസ് ആയിട്ട് എഴുതി വെക്കുക. പെരിമീറ്ററിന്റെ ടോപ്പിക്കിൽ ഇഷ്ടംമാതിരി പെരിമീറ്ററിന്റെ ചോദ്യങ്ങൾ, അതേപോലെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾ വേറെ. ഇങ്ങനെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഓരോ പേജിലാക്കി എഴുതി വെച്ചിട്ട് സംശയങ്ങളൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇവിടെ ഒന്നുകൂടി കാണിക്കുകയാണ്. സ്കൂളിന്റെ പേര് വെച്ച് വാട്സപ്പ് ചെയ്യാം. 8686171729 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഈ നമ്പറിൽ അവസാനത്തെ ഈ 1729 എന്ന സംഖ്യ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നമ്പറാണ്, പഠിച്ചു വെക്കേണ്ട നമ്പറാണ്. ഏതാണ്? രാമാനുജ നമ്പർ. അപ്പൊ രാമാനുജൻ ഓർക്കുകയും ചെയ്യാം. ശരി, ഇനി എങ്ങനെ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ? രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 8,552 ആണോ? ഇതാണോ മൈനസ് ചെയ്യേണ്ടത്? മോൾ ആദ്യം എന്ത് ചെയ്യാ? 8,552 7,276 മൈനസ് ചെയ്താണ് വെക്ക്. അതൊരു സൈഡിലാണ് വെക്ക്, വെച്ചോ. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതെല്ലാം അതിന് പറ്റിയ ഇതിലുണ്ടോ നോക്കുക. പക്ഷെ അതുണ്ടോ നോക്കാൻ ചെറിയൊരു വിദ്യ വേറെ ഉണ്ട്. എല്ലാരും ഇങ്ങനെ ചെയ്തു നോക്കണ്ട. ഒരു ചെറിയ ക്ലൂ ഞാൻ തരാം. ഈ 2 12 6 കുറയ്ക്കുമ്പോൾ നമുക്ക് അവസാനം വരേണ്ട സംഖ്യ എന്തായാലും സ്വാഭാവികമായിട്ടും അവസാനം വരുന്നത് 6 ആയിരിക്കണം. അങ്ങനെ 6 വരുന്ന സംഖ്യ ഇതിലുണ്ടോ നോക്കിയാൽ മതി. അതെല്ലാം ഇങ്ങനെ ചെയ്തു നോക്കണ്ട.